മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്കറിയാം, 2026 ജൂൺ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയുടെ ഒരു വിപ്ലവം നിറഞ്ഞ ഒരു കാലഘട്ടം. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായ CJP എന്ന് പറഞ്ഞ പാർട്ടിയെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാനിടയായത്. ഈ അടുത്തിടെയാണ് ഓഫ്ലൈനായി ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതും രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ പ്രതിഷേധങ്ങൾ അലയടിച്ചതൊക്കെ നമ്മൾ ഈ അടുത്തിടെ കാണാനായിട്ടിടയായി. 2015 വേൾഡ് മോസ്റ്റ് ഹാൻസം ഫുട്ബോളർ എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് ബെക്കാം ഇൻസ്റ്റഗ്രാമിൽ ഒരു റെക്കോർഡ് കുറിക്കുകയുണ്ടായി. 26 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ 1 മില്യൺ ഫോളോവേഴ്സുള്ള റെക്കോർഡ് കുറിക്കുകയുണ്ടായി. കൃത്യം ഒരു വർഷം തികയുമ്പോൾ 2016 പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ റെക്കോർഡ് തിരുത്തി കുറിക്കുകയുണ്ടായി. വെറും 80 വയസ്സുള്ള ആ മനുഷ്യൻ, ചുളിവുകളോടുകൂടി വലിയ സൗന്ദര്യങ്ങളൊന്നുമില്ലാത്ത പോപ്പ് ഫ്രാൻസിസ് ഇൻസ്റ്റഗ്രാമിൽ വെറും 12 മണിക്കൂർ കൊണ്ട് 1 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫുട്ബോൾ പ്ലെയറിൻ്റെ റെക്കോർഡ് തിരുത്തി കുറിക്കുകയുണ്ടായി. ശേഷം നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് വിപ്ലവങ്ങൾ നടക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് സ്ലീഹാകാലം 4-ാം ഞായറാഴ്ച നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രഘോഷണങ്ങൾ എങ്ങനെയാകണം, അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രഘോഷിക്കപ്പെടണമെന്ന് സഭ നമ്മോട് പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്കറിയാം, ലിയോ 14 മാർപ്പാപ്പ സ്പെയിനിൽ 7 ദിവസത്തെ സന്ദർശനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കാനറി ദ്വീപിൽ വെച്ച് വിശുദ്ധ കുർബാന മധ്യേ ഇങ്ങനെ പറയുകയുണ്ടായി: ഓരോ മനുഷ്യരും ഓരോ ദ്വീപ് സമൂഹങ്ങളല്ല, മറിച്ച് അവർ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, ക്രിസ്തുവിനെ പിന്തുടരേണ്ടവരാണ്. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോവേഴ്സിനെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ക്രിസ്തുവിനെ പിന്തുടരുവാൻ നമുക്കും സാധിക്കണം. അതിലൂടെ ഫോളോവേഴ്സിനെ ക്രമീകരിക്കുവാൻ, ഉണ്ടാക്കുവാൻ നമുക്കും സാധിക്കുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വചനത്തിൽ പറയുന്നുണ്ട് പത്രോസ്ലീഹ, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണല്ലോ എന്ന്. ഒരുപക്ഷേ വിശുദ്ധ പത്രോസ്ലീഹ ഇത് മനസ്സിലാക്കിയത് ക്രിസ്തുവിനെ അടുത്തറിഞ്ഞപ്പോഴാണ്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നപ്പോഴാണ്. ഇതിനെക്കുറിച്ച് പറയുക, ഈ പത്രോസ്ലീഹായുടെ ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു വെക്കുന്നത്, വിശ്വാസം എന്നുള്ളത് ഒരു സമർപ്പണ മനോഭാവം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു അമ്മയെ പരിചയപ്പെടാനിടയായി. അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു: അച്ഛാ, ഞാൻ വിശുദ്ധ ഗ്രന്ഥം എഴുതാനായിട്ട് പോവുകയാണ്. 3 നിയോഗങ്ങളാണ് ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥം സമ്പൂർണ്ണ ബൈബിൾ എഴുതുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വെക്കുക. ഒന്നാമതായി, എൻ്റെ മകൻ്റെ കല്യാണം കഴിയണം. കാരണം എൻ്റെ മകനെ സംബന്ധിച്ചാണെങ്കിൽ കല്യാണം കഴിയാൻ യാതൊരു വിധത്തിലും കല്യാണം കഴിയാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയുള്ളൊരു രോഗത്തിലൂടെയൊക്കെയാണ് അവൻ കടന്നു പോവുക. രണ്ടാമതായി, കടബാധ്യത മാറണം. മൂന്നാമതായിട്ട് പറഞ്ഞു വെക്കുക, വിറ്റുപോകാത്തൊരു സ്ഥലം വിറ്റുപോകണം. അങ്ങനെ ഈ അമ്മ വിശുദ്ധ ഗ്രന്ഥം എഴുതാനായിട്ടിടയായി. ഉൽപ്പത്തി പുസ്തകം മുതൽ ആരംഭിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയാണ് എഴുതേണ്ടത്. പക്ഷെ കൃത്യം 5 ഗ്രന്ഥികൾ എഴുതി കഴിഞ്ഞപ്പോൾ ഈ ജീവിതത്തിലെ 3 അത്ഭുതങ്ങൾ സാധ്യമാവുകയാണ്. മകൻ്റെ വിവാഹം കഴിഞ്ഞു, വിറ്റുപോകാത്ത സ്ഥലം വിറ്റുപോയി, കടബാധ്യതകൾ മാറിയത് ഈ അമ്മ പറഞ്ഞു വെക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസം എന്നുള്ളത് ഒരു സമർപ്പണ മനോഭാവം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ പത്രോസ്ലീഹ യേശുനാഥനിൻ്റെ സുവിശേഷത്തിലൂടെ പത്രോസ്ലീഹായിലൂടെ നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം എന്നുള്ളത് അത് ജീവിതത്തിലൂടെ പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ് പ്രഘോഷിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് സ്ലീഹാകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ക്രിസ്തുവിനെ ആഴപ്പെട്ട് ജീവിക്കുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മളിലൂടെ മറ്റുള്ളവരെയും ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാരെ, ഫോളോവേഴ്സായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, സ്ലീഹന്മാരുടെ ജീവിതത്തിലൊക്കെ പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഴിയാണ് അവർക്ക് പ്രചോദനവും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഉണ്ടായതിനു ശേഷമാണ് ഒരുപാട് പേരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും
ഈ ജൂൺ മാസം പ്രത്യേകിച്ച് തിരുഹൃദയ മാസമാണ്. നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടെന്ന് പറയുമ്പോൾ നല്ല ഹൃദയം സ്വന്തമാക്കണമെന്നും തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഓർമ്മയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിലൂടെ സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ നല്ല ഫോളോവേഴ്സായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.